ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ വീഡിയോ പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആരെങ്കിലും ഇനിയും അത് കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഇനിയുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ഇന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രധാന ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപാരം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാലോ ലാഭവും നഷ്ടവും. അപ്പൊ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലോ വ്യാപാര ലാഭനഷ്ട കണക്ക്. ബിസിനസിന്റെ വരവ് ചെലവ് കണക്കുകളുടെ സംക്ഷിപ്തമാണ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും സംഗ്രഹമാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ ലാഭവും, നേരെ മറിച്ച് ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ നഷ്ടവും ഉണ്ടാകും. ഒരു അക്കൗണ്ടിംഗ് ഇയറിലെ വ്യാപാര പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് അതിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ട്രയൽ ബാലൻസിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് തയ്യാറാക്കുമ്പോൾ റവന്യൂസും ഗെയിൻസും അല്ലെങ്കിൽ ഇൻകംസും ഗെയിൻസും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ഭാഗത്തുമാണ് രേഖപ്പെടുത്തുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കി ലാഭവും നഷ്ടവും നിർണ്ണയിക്കുന്നു. വരുമാനവും നേട്ടങ്ങളും കൂടുതലും ചെലവും നഷ്ടങ്ങളും കുറവുമാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ലാഭമായിരിക്കും. നേരെ മറിച്ച് വരുമാനവും നേട്ടങ്ങളും കുറവും ചെലവും നഷ്ടങ്ങളും കൂടുതലുമാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നഷ്ടവുമായിരിക്കും. ഇവിടെ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. സാധാരണ അക്കൗണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെയാണിത്. ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും ലോസസുമാണ് രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ റവന്യൂസും ഗെയിൻസുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഇത് രണ്ട് പാർട്ടായിട്ടാണ്. ഇത്രയും എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇതിൻ്റെ താഴേക്കുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അതായത് പ്രോഫിറ്റ് വരുന്നത് എപ്പോഴാണ്? റവന്യൂസും ഗെയിൻസും കൂടുതലാണെങ്കിൽ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നേരെ മറിച്ച് എക്സ്പെൻസസും ലോസസും ആണ് കൂടുതലെങ്കിൽ റിസൾട്ട് ഗ്രോസ് ലോസ് ആയിരിക്കും. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് റിസൾട്ട് എങ്കിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. അപ്പം ക്രെഡിറ്റ് സൈഡിലാണല്ലോ റവന്യൂസും ഗെയിൻസും എല്ലാം വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഗെയിൻ അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിലേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ വരുന്നത്. നേരെ മറിച്ച് ലോസ് ആണെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ അത് എവിടേക്ക് വരും? ഡെബിറ്റ് സൈഡിലേക്ക്. കാരണം ലോസസ് എല്ലാം ഏത് സൈഡിലാണ് വരത്തുള്ളൂ? ഡെബിറ്റ് സൈഡിലല്ലേ വരികയുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഈ എക്സ്പെൻസസും ലോസസും എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് രേഖപ്പെടുത്തുകയുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകംസും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ് നമുക്ക് പറയാം.
ഇപ്പോൾ ഒരു ട്രയൽ ബാലൻസിൽ എക്സ്പെൻസസും ലോസസും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെബിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ഇൻകംസും ഗെയിൻസും റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇതുകൂടാതെയും കുറച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസുകൾ ട്രയൽ ബാലൻസിൽ കാണും. അതെന്ന് പറയുന്നത് അസറ്റ്സും ലയബിലിറ്റീസുമാണ്. അത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ വെളിപ്പെടുത്തുന്ന ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിലെ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ഓഫ് അങ്കിത് ആസ് ഓൺ മാർച്ച് 31, 2011 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്കൗണ്ട് ടൈറ്റില് ഡെബിറ്റ് ക്രെഡിറ്റ് ട്രയൽ ബാലൻസ് അറിയാമല്ലോ. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒരു ട്രയൽ ബാലൻസിൽ എക്സ്പെൻസസും ലോസസും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെബിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ എക്സ്പെൻസസും ലോസസും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെബിറ്റ് ബാലൻസ് ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇവിടെ ഓരോ ഐറ്റവും നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെ എലമെൻറ്റ്സ് ഒന്നും അറിയാതിരിക്കണം. ഇപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അതിവിടെ ഈ ടേബിളിൽ വിശദമായിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരികയുള്ളൂ. പക്ഷേ അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അസറ്റ്സും ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നതോ അതും ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. അത് ഇക്വിറ്റി ആണല്ലോ, ഓണേഴ്സിനോടുള്ള ഒരു ഇക്വിറ്റിയാണ്. അതുകൊണ്ട് അതും ബാലൻസ് ഷീറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഈ ബാങ്കിനും ഡെബിറ്റ് ബാലൻസ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അതും ബാലൻസ് ഷീറ്റിൽ പോകണം. അതായത് അത്രയും രൂപ 5000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണല്ലോ അർത്ഥം. പിന്നെ സെയിൽസിന് കണ്ടോ ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം എന്താണ്? അത് ഇൻകമാണ്. അപ്പോൾ ഇത് രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരുന്ന ഐറ്റത്തെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകമാണ്. അപ്പോൾ ഇൻകംസും ഗെയിൻസും എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ അല്ലേ എഴുതേണ്ടത്. അതുകൊണ്ട് പിന്നെ വേജസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജ്. ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഡെബിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് കൊടുക്കാനുള്ളവരല്ലേ ബിസിനസ്. അതായത് ലയബിലിറ്റി ആണ്. അതെന്ന് പറയുന്നത് പോകേണ്ടത് ബാലൻസ് ഷീറ്റിലാണ് അല്ലേ. പിന്നെ സാലറി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. കണ്ടോ, ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ ലോങ് ടേം ലോൺ അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. അത് എഴുതുകയാണ് പോകേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. പിന്നെ ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അതും ബാലൻസ് ഷീറ്റാണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആണ്. കണ്ടോ, ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെവിടേക്കാണ് പോകേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. ട്രേഡിംഗ് ആൻഡ് P&Lലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വേജസ് എന്ന് പറയുന്നതും ട്രേഡിംഗ് ആൻഡ് P&L, സാലറീസും ട്രേഡിംഗ് ആൻഡ് P&Lലേക്കാണ് പോകേണ്ടത്. ആൻഡ് P&L. പിന്നെ റെന്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. അതും എവിടേക്കാണ് പോകേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. പിന്നെ ഡെപ്റ്റേഴ്സ് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എവിടേക്കാണ് പോകേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്കാണ്. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നതും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് ആൻഡ് P&Lലേക്കാണ് പോകേണ്ടത്. അപ്പം ഇങ്ങനെ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഓരോ ഐറ്റത്തെയും നമ്മൾ അനാലിസിസ് ചെയ്ത് അത് ഏതിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് അത് കണ്ടുപിടിച്ചു. പിന്നെ ഈ ബാലൻസ് അതായത് ഇവിടെ ഡെബിറ്റ് ബാലൻസ് വന്നിട്ടുള്ള അതായത് എക്സ്പെൻസസും ലോസസും റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെബിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ലോസസും ആണ് എഴുതേണ്ടത്. കണ്ടോ, അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ റവന്യൂസും ഗെയിൻസും. അപ്പം നോക്കിക്കേ, ഇവിടെ ക്യാഷ് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ എഴുതുന്നില്ല. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റാണ്. ബാങ്ക് ബാലൻസ് ഷീറ്റാണ്. സെയിൽസ്
സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ആണ് അല്ലേ? അപ്പം അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് കണ്ടോ, അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് അല്ലേ? അപ്പോൾ ഈ ട്രേഡിൻ്റെ റിസൾട്ടാണ് ട്രേഡിങ്. അപ്പോൾ അതുകൊണ്ട് അത് എവിടെയാണ് എഴുതേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് സൈഡിലാണ് കണ്ടോ സെയിൽസ് എന്ന് പറഞ്ഞ് 1,25,000 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതുപോലെ വേജസ് എന്ന് പറയുന്നതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കണ്ടോ, ഡെബിറ്റ് ചെയ്തിരിക്കുന്നു വേജസ്. കാരണം എന്താണ്? അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതെവിടെ ചെയ്തിരിക്കുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. ഇനി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, അത് ബാലൻസ് ഷീറ്റിലാണ് പോകേണ്ടത്. സാലറീസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ട്. ഇത്രയും എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇവിടെ സാലറീസ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, എക്സ്പെൻസ് ആണ് P&L അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് 10% ലോങ് ടൈം ലോൺസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. പിന്നെ ഫർണിച്ചർ ഉണ്ട്, അതും ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ, അല്ലെങ്കിൽ റവന്യൂ ആണ്. അപ്പോൾ അതെവിടെയാണ് പോകേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ന് പറയുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ അത് ഇൻകം ആയതുകൊണ്ട് കണ്ടോ റവന്യൂസും ഗെയിൻസും എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ അത് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി റെന്റ് ഓഫ് ബിൽഡിങ്ങിൻ്റെ റെന്റ് അതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് റെന്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് 13,000. പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബിസിനസ്സിലേക്ക് പണം തരാനുള്ളവരാണ്, അവർ അസറ്റാണ്, അത് ബാലൻസ് ഷീറ്റിലാണ് പോകേണ്ടത്. പിന്നെ ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. അതായത് ഡെറ്റേഴ്സ് ആയിട്ട് ക്യാഷ് തരാനുണ്ടായിരുന്നവരിൽ കുറേ പേര് തരാതെ പോകും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്. അപ്പോൾ അതെവിടെ എഴുതേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബാഡ് ഡെറ്റ് കണ്ടോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ബാഡ് ഡെറ്റ് പറഞ്ഞു. ഇനി പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ മെയിൻ എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പം ട്രേഡ് നടത്തണമെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ടാവും? പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതെന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം അതുകൊണ്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ഐറ്റവും വായിച്ചിട്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ, അത് ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ രേഖപ്പെടുത്തേണ്ടത്, അതൊന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഏത് ബേസ് ചെയ്തിട്ടാണ്? ട്രയൽ ബാലൻസ് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് റെപ്രസെൻറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് റെപ്രസെൻറ്റിംഗ് റവന്യൂസ് ആൻഡ് ഗെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ്. എന്നുകൂടി പറയാം, ഇത് ട്രയൽ ബാലൻസിലെ എക്സ്പെൻസസും ലോസസും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡെബിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ഇൻകംസും ഗെയിൻസും റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് ബാലൻസ് ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. പിന്നെ ഇതുകൂടാതെ വേറെയും കുറച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസുകൾ ഈ ട്രയൽ ബാലൻസിൽ കാണും. അപ്പം നമ്മൾ കണ്ടു കുറേ അസറ്റ്സും ലയബിലിറ്റീസും അല്ലേ. അതെല്ലാം ഫിനാൻഷ്യൽ പൊസിഷൻ വെളിപ്പെടുത്തുന്ന ബാലൻസ് ഷീറ്റിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ രേഖപ്പെടുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഐറ്റംസും ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആദ്യം ഐറ്റംസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്. വർഷ ആരംഭത്തിൽ കൈവശമുള്ള സാധനങ്ങളാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അഥവാ പ്രാരംഭ നീക്കിയിരിപ്പ് ചരക്ക് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിൽ കാണപ്പെടുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് മുൻ വർഷത്തെ വിൽപ്പന നടക്കാത്ത ചരക്കാണ്. ഇതെന്ന് പറയുന്നത്
കറണ്ട് ഇയറിലെ വിറ്റ സാധനങ്ങളുടെ വിലയുടെ ഭാഗമായതിനാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ബിക്കോസ് ഇറ്റ് ഫോംസ് ദി പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ ദി കറണ്ട് അക്കൗണ്ടിങ് ഇയർ. അതായത് ഈ കറണ്ട് ഇയറിലെ സാധനങ്ങളുടെ വിലയുടെ ഭാഗമായതിനാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം പർച്ചേസസ് ലെസ് റിട്ടേൺസ്. അതായത് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ളത് എത്രയാണോ അത്. പുനർവിൽപ്പനയ്ക്ക് വാങ്ങുന്ന വസ്തുക്കളെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് പർച്ചേസസ് എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. കടത്തിന് വാങ്ങുന്നതും അതായത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസുമായിട്ടുള്ള ചരക്കുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. വിതരണക്കാരന് തിരികെ നൽകുന്ന ചരക്കുകളെ, അതായത് അതിനാണ് പർച്ചേസ് റിട്ടേൺ എന്നത്. പർച്ചേസ് ചെയ്ത സാധനം കേടുപാടുകളോ മറ്റോ ഒക്കെ സംഭവിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അത് തിരികെ കൊടുക്കും. അതിനാണല്ലോ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആകെ നമ്മൾ പർച്ചേസ് ചെയ്ത തുകയിൽ നിന്ന് ഈ പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. അപ്പം പർച്ചേസസ് ലെസ് റിട്ടേൺസ്. അപ്പം അതിൽ പർച്ചേസ് എപ്പോഴും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. പർച്ചേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാഷ് പർച്ചേസും വരാം, ക്രെഡിറ്റ് പർച്ചേസും വരാം. പിന്നെ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് നെറ്റ് പർച്ചേസ് ആണ് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതേണ്ടത്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്തിരിക്കാനുള്ളത്. പിന്നെ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് വേജസ് ആണ്, അതായത് കൂലി. അതായത് ഈ വ്യവസായശാലകളിൽ കയറ്റിറക്ക് ജോലിയും അതുപോലെ ഉൽപാദന വിഭാഗത്തിലും ജോലി ചെയ്യുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തെ കൂലി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ കൂലി കൊടുക്കുന്നത്, ഈ വേജും സാലറിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ വേജ് അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നത് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ക്യാരിയേജ് ഇൻവേർഡ്സ് ഓർ ഫ്രൈറ്റ് ഇൻവേർഡ്സ്. അതായത് ചരക്ക് കൊണ്ടുവരുന്നതിനുള്ള കടത്തുകൂലി എന്നാണ് ഇതിൻ്റെ അർത്ഥം. വ്യവസായ സ്ഥാപനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ചരക്ക് കൂലിയാണ് ഈ ക്യാരിയേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്സ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചിലവായതിനാൽ ഇതെന്ന് പറയുന്നതും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. P&L ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്നതും ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ്. അതായത് ഇന്ധനം, വെള്ളം, വൈദ്യുതി, ഗ്യാസ്. അപ്പം ഇവയെല്ലാം ഉൽപാദന പ്രക്രിയയുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയുന്നതും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം ഒരു പ്രോഡക്റ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം വേണ്ടി വരിക. അപ്പോൾ അതെന്ന് പറയുന്നതും ആ പ്രോഡക്റ്റിനോട് അനുബന്ധിച്ച് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്, P&L-ലല്ല. നെക്സ്റ്റ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് ചാർജസ്. പാക്കേജിംഗ് സാധനങ്ങളും പാക്കേജിംഗ് ചെലവും. ഒരു ഉൽപ്പന്നം ഗുണമേന്മ നഷ്ടപ്പെടാതെ പൊതിയാൻ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ വില ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായിട്ടുള്ള ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ട ചെലവാണല്ലോ ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാതെ പൊതിയുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ അവ സുരക്ഷിതമായ പെട്ടികളിലാക്കുന്നതിനുള്ള ചെലവുകൾ ഉൽപ്പന്നവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പരോക്ഷ ചെലവുകളായിട്ടുമാണ് കണക്കാക്കുന്നത്. പ്രത്യക്ഷ ചെലവ് ട്രേഡിംഗ് അക്കൗണ്ടിലും പരോക്ഷ ചെലവ് P&L അക്കൗണ്ടിലുമാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് പാക്കേജ് അതെന്ന് പറയുന്നത് അതിന് വരുന്ന എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ അതെല്ലാം കൂടി അത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ കുറച്ച് ഡയറി മിൽക്ക് ആണെങ്കിൽ ആ ഡയറി മിൽക്കിൻ്റെ ഇമ്മീഡിയറ്റ് കവർ ആ കവേഴ്സ് എന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന ചിലവെന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്.
പിന്നീട് അത് നമ്മൾ വേറെ ഒരു ചെറിയ കാർഡ്ബോർഡ് കണ്ടെയ്നറിലാക്കും അല്ലേ. ഇപ്പോൾ 50 എണ്ണത്തിൻ്റെയും 100 എണ്ണത്തിൻ്റെയൊക്കെ പാക്കറ്റാക്കി നമ്മൾ വേറെ കണ്ടെയ്നറിലാക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അതെന്ന് പറയുന്നത് ആ പാക്കേജിങ്ങിൻ്റെ എക്സ്പെൻസ് P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് സാലറീസ് എന്ന് വെച്ചാൽ ശമ്പളം. അതായത് ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ സേവനം നൽകുന്ന ഭരണനിർവഹണ സംഘം, സംഭരണശാല പോലുള്ള സംവിധാനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർക്ക് നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ശമ്പളത്തിന് പുറമെ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളായ താമസ സൗകര്യം, ഭക്ഷണം, യൂണിഫോം, ചികിത്സാ സൗകര്യങ്ങൾ മുതലായവയും ശമ്പളവുമായി പരിഗണിക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സാലറി എന്ന് പറയുന്നത് ഡെബിറ്റ് എവിടെയാണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിലല്ല. അതെന്ന് പറയുന്നൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് റെന്റ് പെയ്ഡ്, അതായത് വാടക കൊടുത്തത്. ഓഫീസ് വാടക, സംഭരണശാല വാടക, ഉൽപാദനശാല വാടക തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. വാടക തുക കൊടുത്തത് നമ്മൾ റെന്റ് പെയ്ഡ് അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്, വെറുതെ റെന്റ് പെയ്ഡ് ആണെങ്കിൽ. എന്നാൽ നേരെ മറിച്ച് ഫാക്ടറി റെന്റ് എന്നൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും എഴുതേണ്ടത്. അതായത് ഫാക്ടറി, അതായത് അതിൻ്റെ ഉൽപാദന ചെലവുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലോ, അതുകൊണ്ട്. ഇപ്പോൾ വെറുതെ റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ്, അതായത് പലിശ കൊടുത്തത്. ഈ ലോണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ പലിശ, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പലിശ, പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൽ പെടുന്നത്. അപ്പം ഇതെന്ന് പറയുന്നതും ഒരു ധനകാര്യ ചെലവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ല, P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ കൊടുത്തത്, അതായത് വ്യാപാര ഇടപാടുകാർ ഇടനിലക്കാർക്ക് നൽകുന്ന പ്രതിഫലമാണിത്. അപ്പം ഇതും ഒരു ചെലവായതിനാൽ നമ്മൾ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നതും P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, കമ്മീഷൻ പെയ്ഡ്. നെക്സ്റ്റ് റിപ്പയേഴ്സ്, അതായത് അറ്റകുറ്റപ്പണികൾ, യന്ത്രങ്ങൾ, ഫർണിച്ചർ, അനുബന്ധ വസ്തുക്കൾ തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണി, നവീകരണം മുതലായവയൊക്കെയാണ് ഈ ഗണത്തിൽ വരുന്നത്. അപ്പോൾ ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ അതെന്ന് പറയുന്നതും എവിടെയാണ് എഴുതേണ്ടത്? P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മിസ്ലേനിയസ് എക്സ്പെൻസ്, പല വക ചെലവുകൾ. ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടാതെ വേറെയും ചില ചെലവുകൾ വരാം, അതല്ല. അപ്പോൾ ചെലവുകളെ തന്നെ വിവിധ ശീർഷകങ്ങളിൽ തരംതിരിക്കാം. എങ്കിലും ചില ചെലവുകൾ ചെറിയ തുകകളായതിനാൽ അവ ഒരുമിച്ച് ചേർത്ത് പലവക ചെലവുകൾ അഥവാ അനാമത്ത് ചെലവുകൾ എന്ന് പറയുന്നു. ഇപ്പൊ സാധാരണയായിട്ട് ഇവയെ ചില്ലറ ചെലവ് അല്ലെങ്കിൽ സൺട്രി എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രേഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെയും കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള സൺട്രി എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ ട്രേഡ് എക്സ്പെൻസ് എന്നോ മിസ്ലേനിയസ് എക്സ്പെൻസുകളോ ഇതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഡെബിറ്റ് സൈഡ് ഐറ്റംസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ ക്രെഡിറ്റ് സൈഡ് ഐറ്റംസും ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഒന്ന് സെയിൽസ് ലെസ് റിട്ടേൺസ്, അതായത് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് നടത്തിയ ചിലപ്പം കസ്റ്റമേഴ്സ് ആ സാധനങ്ങൾ തിരികെ കൊണ്ടുവന്ന് തന്നേക്കാം. അപ്പോൾ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതായത് ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ അതുപോലെ കടത്തിന് വിറ്റതും ക്രെഡിറ്റ് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അപ്പോൾ അത് രണ്ടും വരാം. അപ്പോൾ അതിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ട്രേഡിംഗ് അക്കൗണ്ടിൽ എമൗണ്ട് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് സൈഡാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ റിട്ടേൺ ഇൻവേർഡ്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് അത് സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇൻവേർഡ്സ് ആർ ഷോൺ ആസ് ഡിഡക്ഷൻ ഫ്രം ടോട്ടൽ സെയിൽസ് ആൻഡ് ദ കമ്പ്യൂട്ടഡ് എമൗണ്ട് ഈസ് നോൺ ആസ് നെറ്റ് സെയിൽസ്. അപ്പോൾ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ട് വരുന്ന എമൗണ്ടിനെ നെറ്റ് സെയിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ ഫിഗർ വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്.
പിന്നെ അതർ ഇൻകംസ്, അതായത് മറ്റു വരുമാനങ്ങൾ, അതായത് ഇതര വരുമാനങ്ങളായിട്ടുള്ള വാടക, ലാഭവിഹിതം, പലിശ, ഇളവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, കമ്മീഷൻ, ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ റിസീവ് ചെയ്തിട്ടുള്ള മറ്റ് ഇൻകംസ് ഉണ്ട് എങ്കിൽ അത് എന്താ ചെയ്യേണ്ടത്? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് ചെയ്യണം P&L അക്കൗണ്ട്. അപ്പോൾ അതും കൂടി ഇവിടെ അങ്ങ് എഴുതാം. ദീസ് ആർ ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ ചെയ്യേണ്ടത്? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത്തരത്തിൽ മറ്റ് ഇൻകംസ് എല്ലാം റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ്. ഇനി നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ഐറ്റംസ് നമ്മൾ പരിചയപ്പെടും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.